കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലത്തിനായി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ആത്മതപനത്തിൻ്റെയും 2-ാം ദിവസം സഭയാം കുടുംബം ഒരുമിച്ച് ചേർന്ന് വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആയുസ്സിൻ്റെ ദിനങ്ങളിൽ ഒരു ദിവസം കൂടെ സ്വർഗം നമുക്ക് തന്നതിനായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പുകഴുവാൻ നമുക്കൊന്നുമില്ല, പ്രശംസിപ്പാൻ നമുക്കൊന്നുമില്ല. നമുക്കൊന്നേ ഉള്ളൂ, ഞാനാകുന്നത്, നമ്മളാകുന്നത് ദൈവത്തിൻ്റെ കൃപയാലാകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ആയിരുന്ന സ്ഥലങ്ങളിലൊക്കെയും ദൈവത്തിൻ്റെ വലിയ കൃപയും സാന്നിധ്യവും ഉണ്ടായിരുന്നു. അതിനാൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ കൃപയൊന്നു മാത്രമാണ്. ദൈവം ആഗ്രഹിക്കുന്ന തലത്തിൽ നാം എത്തിച്ചേരുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഓരോ ദിവസവും നമുക്ക് വിചിന്തനം ചെയ്യുവാൻ ദൈവാത്മാവ് നമ്മെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവായിരുന്നു കഴിഞ്ഞ പകൽക്കാലം അതിശക്തമായൊരു ദൂത് നമുക്ക് കേൾക്കുവാനിടയായി. അഭിഷേകത്തിൻ്റെ വില, അഭിഷേകത്തിൻ്റെ പ്രാധാന്യം. ഈ അഭിഷേകം കൊണ്ടാണ് പ്രതികൂലങ്ങളെ തരണം ചെയ്യുവാനും പ്രതിസന്ധികളെ തരണം ചെയ്ത് മുൻപോട്ട് ആയുവാൻ തക്കവണ്ണം നമുക്ക് കൃപ തരുന്നതും നമുക്ക് ശക്തി തരുന്നതും നമ്മളിൽ നമ്മുടെ കുറവുകളെ ഓർക്കാതെ നമ്മളിൽ പകർന്നിരിക്കുന്ന ആത്മീയ ചൈതന്യം അഭിഷേകത്തിന്റെ ശക്തി കൊണ്ടാണ് പ്രിയമുള്ളവരെ നമുക്ക് മുൻപോട്ട് ആയുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നത്. ഹല്ലേലൂയ. ആ ദൂതിനോടനുബന്ധിച്ച് ചേർന്നുകൊണ്ട് തന്നെ സ്തോത്രം നമ്മെ തന്നെ ഒന്ന് ശുദ്ധീകരണത്തിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ഒരു 20 മിനിറ്റ് നമുക്കായിരിക്കാം. യോബിന്റെ പുസ്തകം അതിൻ്റെ 11-ാം അധ്യായം 13, 14, 15 വാക്യങ്ങൾ നിർത്തി ഒന്ന് ഉച്ചത്തിൽ വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. യോബിന്റെ പുസ്തകം 11-ാം അധ്യായം 13, 14, 15 വാക്യങ്ങൾ. നീ നിന്റെ ഹൃദയത്തെ സ്ഥിരമാക്കി അവങ്കിലേക്ക് കൈമലർത്തുമ്പോൾ നിന്റെ കയ്യിൽ ദ്രോഹമുണ്ടെങ്കിൽ അതിനെ അകറ്റുക. നീതികേട് നിന്റെ കൂടാരത്തിൽ പാർപ്പിക്കരുത്. നീതികേട് നിന്റെ കൂടാരങ്ങളിൽ പാർപ്പിക്കരുത്. അപ്പോൾ നീ കളങ്കം കൂടാതെ മുഖമുയർത്തും. നീ കളങ്കം കൂടാതെ മുഖമുയർത്തും. നീ ഉറച്ചു നിൽക്കും, ഭയപ്പെടുകയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നീ കളങ്കം കൂടാതെ മുഖം ഉയർത്തും. എപ്പോൾ? ഹല്ലേലൂയ. ഒന്ന്, നീ നിന്റെ ഹൃദയത്തെ സ്ഥിരമാക്കണം. 2, അവങ്കിലേക്ക് കൈമലർത്തുമ്പോൾ. ഹല്ലേലൂയ. 3, നിന്റെ കയ്യിൽ ദ്രോഹമുണ്ടെങ്കിൽ അതിനെ അകറ്റുക. നീതികേട് നിന്റെ കൂടാരങ്ങളിൽ പാർപ്പിക്കുക. അപ്പോൾ നീ കളങ്കം കൂടാതെ മുഖമുയർത്തും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ അവങ്കിലേക്ക് കൈമലർത്തുമ്പോൾ, ഹല്ലേലൂയ, കൈമലർത്തുന്നത് എപ്പോഴാണ് പ്രിയമുള്ളവരെ? ഹല്ലേലൂയ. സകല പ്രതീക്ഷയും ഹല്ലേലൂയ തകരുമ്പോൾ, സകല പ്രതീക്ഷയും അസ്തമിക്കുമ്പോൾ, സകല വാതിലുകൾ അടയുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ ഹല്ലേലൂയ കടന്നു എന്ന് ഓടിച്ചെന്ന് നമ്മുടെ അരുമനാഥന്റെ പാദപീഠത്തിൽ നാം മുട്ടുമടക്കിക്കൊണ്ട് നാം കൈമലർത്തും. ഹല്ലേലൂയ. ആ കൈമലർത്തുന്നത് നമ്മുടെ ബന്ധുക്കളോ നമ്മുടെ മിത്രങ്ങളോ നമ്മുടെ സുഹൃത്തുക്കളോ സഭാവിശ്വാസികളോ ഒരു പക്ഷെ കാണുകയില്ല. എന്നാൽ അല്ലേ നിന്നെ മൊത്തമായി അറിയുന്ന ഒരു ദൈവമുണ്ട്. അവൻ നീ കൈമലർത്തുമ്പോൾ, അപ്പാ ഞാൻ സകലവും എന്റെ മുമ്പിൽ കൊട്ടിയടക്കപ്പെട്ടു, എന്നാൽ ഞാൻ എന്റെ കൈകളെ നിങ്ങളേക്ക് മലർത്തും. ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തെ ഒന്ന് സ്ഥിരമാക്കുമെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, ഒന്ന് സ്ഥിരമാക്കി അവങ്കിലേക്ക് കൈമലർത്തുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, നിന്റെ അപേക്ഷകൾക്ക് മറുപടി തരണമെങ്കിൽ ഒന്നുണ്ട്, നിന്റെ കയ്യിൽ ദ്രോഹമുണ്ടെങ്കിൽ അതിനെ അകറ്റി നിർത്തുക. ഹല്ലേലൂയ. നമ്മളിലുള്ള ദ്രോഹം, നമ്മളിലുള്ള കുറവ് മറ്റ് ഉള്ള ഒരാളിൽ ഉപരി അത് നമുക്ക് തന്നെ അറിയുവാൻ കഴിയുള്ളൂ. നിന്നെ മൊത്തമായി അറിയുന്നവനായ ദൈവം, അഗ്നിജ്വാലയ്ക്കത്ത കണ്ണുള്ളവൻ, നോക്കി ഇപ്രകാരം വചനത്തിൽ കൂടി നമ്മെ പ്രബോധിപ്പിക്കുകയാണ്. കുഞ്ഞ്, നിന്റെ കയ്യിൽ നിന്റെ എന്തെങ്കിലും ദ്രോഹം ഉണ്ടെങ്കിൽ അതിനെ അകറ്റുക, അകറ്റിക്കളയുക. ഹല്ലേലൂയ. നിന്റെ കൂടാരത്തിൽ നീതികേട്
ഉണ്ടാകരുത്. അരുത് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പാർപ്പിക്കരുത്, അത് വേണ്ട എന്ന് പരിശുദ്ധനായവൻ അരുളി ചെയ്തു കഴിഞ്ഞാൽ അതിന് പിന്നെ അപ്പീലില്ല. ആമേൻ. ഇന്ന് പകൽക്കാലം ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ആത്മതപനത്തിന്റെയും 2ാം ദിവസം നാം കടന്നു വരുമ്പോൾ ചെറിയൊരു കൂട്ടമാണ് നാം. എങ്കിലും നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുക. കർത്താവേ, എൻ്റെ കൂടാരത്തിൽ ഞാൻ നീതികേട് പാർപ്പിച്ചിട്ടുണ്ടോ? അത് മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ കാണാവുന്നതല്ല. നമ്മെ തന്നെ ഒരു സമർപ്പണമുണ്ടെങ്കിൽ, ഹല്ലേലൂയ, കളങ്കം കൂടാതെ നിന്റെ മുഖം ഉയർത്തുവാൻ കഴിയും. ഹല്ലേലൂയ, നിന്റെ മുഖം താഴ്ത്തുവാൻ ഒരിക്കലും ദൈവം ഇടയാക്കത്തില്ല. ഹല്ലേലൂയ, നിന്റെ മുഖം ഉയർന്നു തന്നെ ഇരിക്കും. നീ ഉറച്ചു നിൽക്കും, ഭയപ്പെടുകയില്ല. സ്തോത്രം. ഒന്ന്, ഹല്ലേലൂയ, ഇതിനകത്ത് പറയുവാനുള്ളത് പാപത്തെ ഉപേക്ഷിക്കുക. 2, ദോഷം വിട്ട് അകലുവാനുള്ള ഒരു മുന്നറിയിപ്പ്. 3, നീതിമാന്മാരുടെ ധൈര്യം. ആമേൻ. സ്തോത്രം. അഭിഷേകത്തിന്റെ വില. ഇന്നലെ പറഞ്ഞു, സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഇവിടെ ഇരുന്ന് വളരെ അല്പം എനിക്കറിയത്തില്ല ഞാൻ ഏത് ലോകത്തിലായിരുന്നു. സ്തോത്രം. അതൊരു വല്ലാത്ത തലത്തിലേക്കാണ് പോയത്. ഇനി അതിന്റെ ശേഷം ഭാഗം കേൾക്കുവാൻ ഞാൻ ആർത്തിയോട് കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ഓരോ ദിവസത്തെ വചനധ്യാനം പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നമ്മളോട്, ഹല്ലേലൂയ, സ്തോത്രം, പകർന്നു തരുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം അത് നമ്മെ ശക്തീകരിക്കുന്നതോടൊപ്പം തന്നെ ആത്മ ചൈതന്യം പ്രാപിച്ച്, ഹല്ലേലൂയ, സ്തോത്രം, ഈ ലോകത്തുനിന്ന് കടന്നു പോകുമ്പോൾ നാം ചിലത് കൊണ്ടും ചിലത് നേടിക്കൊണ്ട് കടന്നു പോകുവാൻ നമ്മെ ശക്തീകരിക്കുന്ന വചനമായി തീരണം. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാന തത്വം, അടിസ്ഥാന ഘടകം എന്താണ്? വിശുദ്ധ വചനമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ അഭിഷേകത്തിന്റെ ശക്തി എന്താണ്? ഒരു വാക്യം വായിക്കാം. സ്തോത്രം. യെശയ്യാ പ്രവചനം 55:7 വായിച്ചാട്ട്. ദുഷ്ടൻ 55:7 യെശയ്യാ പ്രവചനം. ദുഷ്ടൻ തന്റെ വഴിയെയും നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയിലേക്ക് തിരിയട്ടെ. അവൻ അവനോട് കരുണ കാണിക്കും. മതി. ദുഷ്ടൻ തന്റെ വഴിയെയും നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെ ഉപേക്ഷിച്ച്. അപ്പൊ യഹോവയിലേക്ക് തിരിയണമെങ്കിൽ ചിലത് നാം ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. നാം ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ ഒന്ന് തിരിയുവാൻ കഴിയുള്ളൂ. ഒന്ന് തിരിയണമെങ്കിൽ ചെയ്യും. വന്ന വഴി നമുക്ക് തിരിയാൻ പറ്റുമോ? ഒരു വാഹനം വന്ന വഴി അങ്ങ് തിരിയാൻ പറ്റുമോ ദിവസ? ഇല്ല. ഒന്ന് ശ്രദ്ധിച്ച് ക്ലച്ചമർത്തി, എന്താ പറഞ്ഞേ, ഒന്ന് നിന്നിട്ട് വേണം തിരിയുവാൻ. അതിനോടനുബന്ധിച്ച് ഞാനൊരു കാര്യം വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു സ്റ്റോപ്പ്. നമ്മെ തന്നെ പ്രാർത്ഥനാ മുറിയിൽ നമ്മൊന്ന് വിചിന്തനം ചെയ്ത് നാം എങ്ങോട്ടാണ് തിരിയേണ്ടത്? കർത്താവിലേക്ക് തിരിയണമെങ്കിൽ ചിലതൊന്ന് ഉപേക്ഷിക്കണം, ചിലതൊന്ന് വിട്ടുകളയണം. ചിലതൊന്ന് വിട്ടുകളഞ്ഞ് നാം ഒന്ന് തിരിയുന്നുവെങ്കിൽ, ഹല്ലേലൂയ, അതെ, നീ യഹോവയിലേക്ക് തിരിയുന്നുവെങ്കിൽ എന്താണ് അവിടെ അതിന്റെ റിസൾട്ട്? എന്താണ്? അവൻ അവനോട്. അവൻ അവനോട്. അപ്പൊ രക്ഷയും വിടുതലും എന്താണ്? സിംഗിൾ ബഹുവചനമാണോ ഏകവചനമാണോ അവിടെ ഉപയോഗിച്ചത്? ഏകവചനം. അവൻ അവനോട്, അവൻ അവളോട്. ഹല്ലേലൂയ. നിനക്ക് രക്ഷ വേണോ? നിനക്ക് കരുണ വേണോ? യഹോവ നിന്നിൽ പ്രസാദിക്കണോ? ഹല്ലേലൂയ. പ്രസാദിക്കണമെങ്കിൽ നീ ചിലത് വിട്ടേ മതിയാവൂ. നീ വിട്ടേ മതിയാകൂ. വിട്ടിട്ട് യഹോവയിലേക്ക് തിരിയുമ്പോൾ അവൻ അവളോട്, അവൻ അവനോട് കരുണ കാണിക്കും. സ്തോത്രം. അവൻ കരുണ കാണിക്കുന്നത് മാത്രമാണ്. അടുത്ത വാക്യം, അവൻ അവൻ ധാരാളം ക്ഷമിക്കും. സ്തോത്രം. അവൻ ധാരാളം ക്ഷമിക്കും. സ്തോത്രം. ക്ഷമിച്ചതുകൊണ്ടാണല്ലോ നാം നിൽക്കുന്നത്. ധന്യനായ പൗലോസ് ഇതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. സ്തോത്രം. എഫേസ്യർക്കെതിരെ ലേഖനം 4-ാം അധ്യായം 22-ാം വാക്യം കൊണ്ട് വായിച്ചാട്ട് വേഗത്തിൽ ഞാൻ ഇരിക്കാം. 4:22. സ്തോത്രം. എഫേസ്യർ ലേഖനം 4-ാം അധ്യായം 22-ാം വാക്യം. സ്തോത്രം. 4:22 കിട്ടിയോ? മുമ്പിലത്തെ
മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി നമുക്ക് അവിടെ നിൽക്കാം. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് പ്രിയമുള്ളവരെ, ഒരു കാലത്ത് നാം ഓരോരുത്തരും നമ്മുടെ നടപ്പ് കൊണ്ട്, നമ്മുടെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ആ ഒരു കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ കൂടി നാം കടന്നുപോയി. എന്താണ്? ശത്രുവായവൻ, പൈശാചികൻ പല ചതിമോഹങ്ങളാൽ നമ്മെ ചതിച്ചു. ആ ചതി മൂലം നാം വഷളായി പോയി എന്ന് നാം സമ്മതിക്കണം. നാം ചതിവ് കൊണ്ട്, സ്തോത്രം, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിക്കുക. അപ്പോൾ ആദ്യമേ നാം ദൈവസന്നിധിയിൽ ഒരു സമർപ്പണം ആവശ്യമാണ്. ശത്രുവിന്റെ ചതിമോഹങ്ങളാൽ നാം പെട്ടുപോയി. നാം വഷളായിപ്പോയ ഒരു ജീവിതത്തിൽ നിന്നും നമ്മെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ അതാണ് ഇന്നലത്തെ മെസ്സേജിന്റെ കാതലായ ഭാഗം. സ്തോത്രം. എന്താണ്? നിങ്ങളുടെ ഉള്ളിലെ വായിച്ചത്, നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായ പുതുക്കം പ്രാപിച്ച്, നോക്കണം, ഒരു പുതുക്കം പ്രാപിക്കണമെങ്കിൽ, ഒരു പുതുക്കം പ്രാപിക്കണമെങ്കിൽ ആത്മാവ് സംബന്ധമായ പുതുക്കമേ നടക്കുകയുള്ളൂ. ആമേൻ. സ്തോത്രം. ആത്മാവ് സംബന്ധമായ ഒരു പുതുക്കം പ്രാപിക്കണമെങ്കിൽ ഇന്നലെ പറഞ്ഞു കൊടുക്ക്, ഒരു അഭിഷിക്തനെ പറ്റുള്ളൂ. ഒരു അഭിഷേകം, നമ്മളിൽ വ്യാപരിക്കുന്ന അഭിഷേകം, പാറയെ തകർക്കുവാൻ തക്കമുള്ള അഭിഷേകം, പ്രയാസങ്ങളെ, പ്രതിസന്ധികളെ തകർക്കുവാൻ ഉള്ള അഭിഷേകത്തിന്റെ ശക്തി നമ്മളിൽ വ്യാപരിച്ചെങ്കിൽ മാത്രമേ ഇവിടെ നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായ പുതുക്കം പ്രാപിച്ച, ആത്മാവിന്റെ ഒരുപാട് ഫലങ്ങളുണ്ട്, ഞാനതിനെ കുറിച്ച് പോകുന്നില്ല. സ്തോത്രം. എന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ആത്മാവ് സംബന്ധമായ ഒരു പുതുക്കം. എന്റെ പ്രിയമുള്ളവരെ, ഇതിനകത്തൊരു പഠനമുണ്ട്. എന്താണ്? ഒരുവനെ പുതുക്കം പ്രാപിക്കണമെങ്കിൽ, ഒരുവൻ ക്രിസ്തുവിലേക്ക് തിരിയണമെങ്കിൽ അതിന്റെ പ്രധാന കണ്ണി പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഇന്നലെ പറഞ്ഞു, സ്തോത്രം, പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ചവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അവനൊരു സഭായോഗത്തിൽ കടന്നു ചെന്നാൽ, അവനൊരു വീട്ടിൽ കടന്നു ചെന്നാൽ, അവനൊരു വ്യക്തിക്ക് കരം കൊടുത്തു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, ആ ആത്മശക്തി പകർന്ന് നിന്നിൽ തന്നെ അടങ്ങിയിരിക്കുവാനല്ല, അത് മറ്റുള്ളവർക്ക് പകരുവാനാണ്. സ്തോത്രം. നമ്മുടെ ഒരു പ്രൈസ്തലോട് മതി മോനെ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു പ്രൈസ്തലോട് മതി. ഹല്ലേലൂയ. നാം ഒരു ഭവനത്തിൽ കടന്നു ചെല്ലുമ്പോൾ നെഗറ്റീവ് അല്ല, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി പകരണമെങ്കിൽ നിന്നിൽ വ്യാപരിക്കുന്ന അഭിഷേകമായിരിക്കണം. ആത്മാവ് സംബന്ധമായ പുതുക്കം പ്രാപിക്കണം. അപ്പോൾ പാപത്തെ ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ, സ്തോത്രം, അടുത്തതിലേക്ക് കടക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. എന്താണ്? ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് ഒരു വ്യക്തി പരിശുദ്ധാത്മാവ് സംബന്ധിച്ച് നിന്നിൽ വ്യാപരിക്കുന്ന അഭിഷേകം നിനക്ക് ദൂത് പറയുമ്പോൾ, ആ അഭിഷേകത്താൽ നിന്റെ ജീവിതത്തെ ഒന്ന് മാറ്റിമറിക്കുമ്പോൾ ഒരു പുതുക്കം പ്രാപിച്ച് അടുത്ത സ്റ്റാൻസ് സത്യത്തിന്റെ ഫലമായ. സത്യത്തിന്റെ ഫലം എന്താണ്? അസത്യത്തിന്റെ ഫലം എന്താണ്? നീതിയുടെ ഫലം എന്താണ്? അനീതിയുടെ ഫലം എന്താണ്? ഇതൊക്കെ വചനം ദേവദാസൻ പറയുന്നത് കേട്ട്, ദേവദാസന്റെ അനുഭവം പറയുന്നത്, പുള്ളിക്ക് ഒരായുസ് പോരാ. എനിക്ക് വളരെ, ഞാൻ പൊക്കിയൊന്നും പറയല്ല, പുള്ളി പറയുന്നത് ഒരായുസൊന്നും പോരെന്ന്. ഇതിന്റെ ഒരു ചാപ്റ്റർ പഠിക്കാൻ ഒരായുസ് പോരാ. സത്യം പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടെ എന്നെ പ്രതികർത്ത് പറയാം, ഞാൻ വചനത്തിന് മുമ്പിൽ അത് ഇരിക്കുന്നില്ല. അതെങ്ങനെ ഇരുത്താൻ, എങ്ങനെ വാലിന് നീ കൊടുത്തുകൊണ്ട് പോവല്ലേ? പ്രിയമുള്ളവര്, നാമെല്ലാം പറന്ന് നടക്കുകയാണ്. പക്ഷെ വചനത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഒരായുസ് പോരാ, ഒരു ജീവിതം പോരാ. ഹല്ലേലൂയ. ഓരോ വാക്യങ്ങൾ അതിന്റെ അതേ മേഖലകൾ നമ്മെ വേറെ തലത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. അതാണ് ദൈവവചനത്തിന്റെ ശക്തി, അതാണ് ആത്മാവിന്റെ ശക്തി, അതാണ് അഭിഷേകത്തിന്റെ ശക്തി. ഇവിടെ നോക്കണം,
ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് വായിച്ചാട്ടെ, സത്യത്തിന്റെ ഫലമായ നീതിയിലും, നീതിമാനായ ദൈവം പറയാണ് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും. എത്ര പ്രൗഢ ഗംഭീരമായ ഒരു പ്രയോഗമാണ് ഹല്ലേലൂയ പൗലോസോടെ പ്രയോഗിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ സത്യത്തിന്റെ ഫലം എന്താണ്? ഹല്ലേലൂയ നീതിയിലും വിശുദ്ധിയിലും. ആ പദത്തിനുണ്ടല്ലോ ഒരു ചൈതന്യമുണ്ട്. വിശുദ്ധിയിലും. അടുത്തത് ദൈവ അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ. അപ്പൊ നാം ചതിമോഹങ്ങളാൽ വഷളായി പോയ ആ മനുഷ്യനെ നാം ഉരിഞ്ഞു കളഞ്ഞെങ്കിൽ മാത്രമേ ദൈവത്തിന് അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട ഒരു പുതിയ മനുഷ്യനെ. എന്താ ഇതിനകത്തെ മർമ്മങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടാൽ ഞാൻ എപ്പോഴും പറയുന്നത് പൗലോസ് ടോപ്പ് ഗിയറിലാണ്. ഹല്ലേലൂയ. നോക്കിക്കോണം, എത്ര ഭംഗിയായിട്ടാണ്, എത്ര ഗംഭീരമായിട്ടാണ് അവിടെ ചേർക്കപ്പെട്ട വചനം. നീതിയിലും വിശുദ്ധിയിലും ദൈവ അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട് പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുക. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കേ. ഹല്ലേലൂയ. മഹത്വപ്പെടുത്താതിരിക്കാൻ പറ്റത്തില്ലെന്നേ. അപ്പൊ നോക്കണം, ദൈവം ആഗ്രഹിക്കുന്ന തലത്തിൽ ഒരു വ്യക്തിയെ ആക്കിയെടുക്കുവാൻ സ്വർഗം തന്റെ ഭക്തന്മാരെ ഹല്ലേലൂയ എടുത്തുപയോഗിച്ച് ഈടുറ്റുക. അനേക ലേഖനങ്ങൾ നമുക്ക് വേണ്ടി എഴുതുവാൻ ഹല്ലേലൂയ പൗലോസിനെ ശക്തീകരിച്ചെങ്കിൽ കാലങ്ങൾക്ക് ശേഷവും അത് ധ്യാനിച്ച് ശക്തിപ്പെടുവാനാണ് സ്വർഗം ഗമാലിയന്റെ പാദമെടുത്തിയിരുന്ന ഈ മനുഷ്യനെ ഒരു വാക്ക് പറയുന്നുണ്ട്, ഇവനെ എനിക്ക് അനേക രാജാക്കന്മാരുടെ മുമ്പിൽ നിർത്തുവാനുള്ളതാണ്. അതൊക്കെ വായിക്കുമ്പോൾ, അതൊക്കെ ഒന്ന് ധ്യാനിക്കുമ്പോൾ നോക്കിക്കോണേ കുഞ്ഞെ, ഇതുപോലെ വെളിമ്പ്രദേശത്ത് അറിയപ്പെട്ടിരുന്ന കൽപ്പാത്രങ്ങളായിരുന്നു നമ്മിൽ പലരും. പുകഴുവാനൊന്നുമില്ല. എന്നാൽ നമ്മെ വിളിച്ച് വേർതിരിച്ചത് എന്താണ്? ഹല്ലേലൂയ സ്തോത്രം. സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവ അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുകയും. ആ ഒരൊറ്റ 1-2 വാക്യത്തിൽ തന്നെ നാം അവിടെ നിന്ന് കഴിഞ്ഞാൽ മണിക്കൂറുകൾ ധ്യാനിക്കുവാനുണ്ട്. നമുക്ക് ഉപ്പാപ്പക്കളിയാണ്. ഈ ദൈവമാരാണ്. ദൈവ അനുരൂപമായി ഒരു പുതുമനുഷ്യനെ സൃഷ്ടിക്കേണ്ട ഘടകങ്ങൾ ഏതൊക്കെ രീതിയാണ് സ്തോത്രം പരിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ദോഷം വിട്ടകലുവാനുള്ള ആഹ്വാനത്തെക്കുറിച്ച് പറയുവാൻ സമയമില്ല. നീതിമാരുടെ ധൈര്യത്തെക്കുറിച്ച് പറയുവാൻ സമയമില്ല. സ്തോത്രം. എനിക്ക് പിന്നാലെ അനുഗ്രഹിക്കപ്പെട്ട മാറ്റമില്ലാത്ത വചനവുമായി സ്വർഗത്തിലെ ദൈവം തന്റെ ദാസനെ എടുത്ത് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ വായിച്ച ഒരു വാക്യം നിങ്ങൾ മനസ്സിലായല്ലോ. എന്താണ് വായിച്ചത്? നീ നിന്റെ ഹൃദയത്തെ, അവിടെ എല്ലാം സിംഗുലറാണ്. നീ നിന്റെ ഹൃദയത്തെ സ്ഥിരമാക്കി അവങ്കലേക്ക് കൈമലർത്തുമ്പോൾ നിന്റെ കയ്യിൽ ദ്രോഹമുണ്ടെങ്കിൽ അതിനെ അകറ്റുക. നീതികേട് നിന്റെ കൂടാരങ്ങളിൽ പാർപ്പിക്കരുത്. പരിശുദ്ധ ദൈവമേ, പലപ്പോഴും അനീതി എൻ്റെ കൂടാരത്തിലുണ്ടായിട്ടുണ്ട്, എൻ്റെ കൊടുക്കൽ വാങ്ങലുണ്ടായിട്ടുണ്ട്, എൻ്റെ പ്രവർത്തനത്തിലുണ്ടായിട്ടുണ്ട്. ഓരോ ദിവസവും കേൾക്കുന്ന വചനം നമ്മെ തന്നെ ഒന്ന് നീതീകരിക്കാൻ, നമ്മെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കുവാൻ, നമ്മെ തന്നെ നമ്മുടെ ഹൃദയത്തെ ഒന്ന് വിട്ടുകൊടുത്താൽ, പ്രിയമുള്ളവരെ, കളങ്കം കൂടാതെ മുഖമുയർത്തുവാൻ നമുക്ക് കഴിയും. നീ ഉറച്ചു നിൽക്കും, ഭയപ്പെടുകയില്ല. അതിൻ്റെ മറ്റുള്ള ഭാഗത്തിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. ഒറ്റ കാര്യമേ പറയുള്ളൂ. ദൈവത്തിന് അനുരൂപമായി നിന്നെ ഒരു പുതിയ മനുഷ്യനാക്കി തീർക്കണമെങ്കിൽ നിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന അഭിഷേകം, നിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവാണ് നിന്നെ രൂപാന്തരത്തിലേക്ക് കൊണ്ടുവരുന്നത്. അല്ലാതെ മറ്റൊരു നോളജിനോ മറ്റൊരു ശക്തിക്കോ മറ്റൊരു കഴിവിനോ മറ്റൊരു ഹല്ലേലൂയ സ്തോത്രം എന്താ പറഞ്ഞത് ഒരു കാറ്റഗറിക്കും പറ്റുകയില്ല. പരിശുദ്ധാത്മാവ് നമ്മളിൽ പകർന്ന ദൈവത്തിനായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ വളരെ ചെറിയൊരു കൂട്ടമായിരിക്കാം. സഭയാം കുടുംബത്തിലെ, സഭയാം തോട്ടത്തിലെ ഒരു വ്യക്തി പോലും
കൈവിടപ്പെട്ടു പോകരുത്. അതിനായിട്ടായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥനയും, ഹല്ലേലൂയ, നമ്മുടെ വചനധ്യാനവും പ്രാർത്ഥനയും കൂടിവരവും ഒക്കെയും ഫിലദെൽഫ്യ സഭയാം കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും നിത്യതയിൽ കാണുവാൻ നമുക്കതിനുവേണ്ടി പ്രയത്നിക്കാം. സ്വർഗീയ പിതാവ് നീതിയിലും വിശുദ്ധിയിലും സത്യത്തിലും നമ്മെ വാർത്തെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമെന്ന് നമ്മെ തന്നെ പരിപൂർണമായി ദൈവസ്ഥനിലേക്ക് സമർപ്പിച്ചുകൊണ്ടായിരിക്കാം. അവസരം തന്ന കർത്താവിനുള്ള ദാസനും നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ടും ഈ പുൽപ്പറ്റിൽ നിൽക്കുവാനുള്ള കൃപ ഏഴടിയന് കർത്താവ് തന്നത് ഓർത്തും ദൈവത്തെ നന്ദിയോട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. അടിയന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ദൈവസ്ഥിതിക്കുന്നു. ഈ വചനങ്ങളാൽ സുഖത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.